ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഇന്ന് 21 ഫെബ്രുവരി, ഇന്ന് ഫ്രൈഡേ ആണ്. ഇന്ന് മാർക്കറ്റ് പൊതുവെ അറിയാലോ ഫ്രൈഡേ മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു സ്റ്റോക്ക് സെല്ല് പറഞ്ഞിരുന്നു, ICICI ബാങ്ക്. എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിരിക്കും. ഇന്ന് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്യണം. കാരണം ഈ പ്രൈസിലൊക്കെ ICICI ബാങ്ക് കുറച്ച് ബൈ ആയിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ HDFC ബാങ്ക്, അതും ഈ പ്രൈസിൽ പിന്നെ ബൈ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ മാർക്കറ്റിൽ എൻ്റെ അപ്പുറത്ത് പറയാന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ കഴിഞ്ഞു. ദിസ് ഈസ് ഐ തിങ്ക് മാർക്കറ്റ് കുറേ പ്രാവശ്യം ഈ ട്രിപ്പിൾ ബോട്ടം ചെയ്യുന്നത്. സോ ഈ നെക്സ്റ്റ് വീക്ക് എക്സ്പയർ ചെയ്യാവുന്നത്. നെക്സ്റ്റ് വീക്കിൽ എന്തായാലും ഈ തിങ്കൾ ചൊവ്വ ബുധൻ ഈ ദിവസങ്ങളിൽ മാർക്കറ്റ് ഒരു ഹെവി നല്ലൊരു മൂവ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. സോ നല്ലൊരു മൂവ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു മാർക്കറ്റിൽ, ഇതിൻ്റെ ഒരു പ്രതീക്ഷയാണ്. സോ അത് വേറെ കാര്യം. പിന്നെ ഇന്ന് ഓട്ടോമൊബൈൽ സ്റ്റോക്സ് ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര, ഇതൊക്കെ ഇന്ന് മോശമായിട്ട് ചെയ്ത് കുറച്ച്. അതിന് പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ഈ EV വെഹിക്കിൾസിന് ഗവൺമെൻറ് ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ച് കുറക്കുന്നത് ഇന്നലെ പറഞ്ഞത്. അത് അമേരിക്കയിലായുള്ള പ്രസിഡൻ്റായിട്ട് ഇലൺ മസ്കായിട്ട് മീറ്റ് ചെയ്തതിന് ശേഷം അവരൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്, ടാരിഫ് കുറക്കാമെന്നല്ല. അത് ഇന്ത്യൻ EV മേക്കേഴ്സിനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുമെന്നാണ് അതിനൊരു ഇത്. പിന്നെ അത് വേറെ പറയുന്നതും ഈ ടാരിഫ് ഇന്ത്യ കുറക്കാത്തതെന്ന് വെച്ചാൽ ടാറ്റ മോട്ടോഴ്സിനെയും മഹീന്ദ്രനെയും പ്രൊട്ടക്ട് ചെയ്യേണ്ടതുകൊണ്ടാകും അതും പറയുന്നത് കേൾക്കുന്നു. പക്ഷേ എനിവേ നമ്മളെ ഈ ഗ്യാസോലിൻ ഇൻഡസ്ട്രി നിങ്ങൾക്കറിയാലോ, ഒരു ഹൈലി പൊല്യൂട്ടിങ് ഇൻഡസ്ട്രിയാണ് വേൾഡിൽ ഗ്യാസോലിൻ ഇൻഡസ്ട്രി. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇഫ് യു സീ ദി ഡെവലപ്മെൻറ്റ് ഓഫ് മോട്ടോർ ഫ്യൂവൽ ഈസ് എസെൻഷ്യൽ ഇൻ അവർ സിവിലൈസേഷൻ. ഹ്യൂമൻ സിവിലൈസേഷൻ നോക്കിയാൽ ഈ പെട്രോളിൻ്റെ കണ്ടുപിടുത്തത്തിന് ശേഷമാണ് ഹ്യൂമൻ സിവിലൈസേഷൻ ഇത്ര ഭയങ്കര ഇമ്പ്രൂവ് ആയത്. ഇന്ന് ആൾക്കാർ ഇത്ര ഫാസ്റ്റായി പോകുന്നു. സോ ഐ ബിലീവ് ഇറ്റ് ഈസ് ആൻ അപ്പറൻറ്റ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആയിരുന്നു ഈ പെട്രോളിയം ഇൻഡസ്ട്രി. പക്ഷേ അതിൽ വലിയൊരു പ്രോബ്ലം വെച്ചാൽ നമ്മൾ യൂസ് ചെയ്ത പെട്രോളൊക്കെ ഹൈലി ലെഡഡ് പെട്രോളായിരുന്നു കുറേ കാലങ്ങളിൽ. ഇപ്പം അമേരിക്കൻ കൺട്രികളും എനിക്കൊന്ന് ജപ്പാനാണ് ആദ്യമായിട്ട് ലെഡഡ് പെട്രോൾ ഈ ബാൻ ചെയ്തത്. പിന്നെ അത് US ബാൻ ചെയ്തു. പിന്നെ റീസെൻ്റ്ലി ഇന്ത്യയും ബാൻ ചെയ്തു. പക്ഷേ ഗ്യാസോലിൻ ക്യാൻ എവർ ബി മെയ്ഡ് സേഫ് സോ ലെഡിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലെഡ് ശ്വസിച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ഐക്യു കുറയും, ആൾക്കാരിൽ ബ്ലഡ് പ്രഷർ കൂടി വരും. അതാണ് നമ്മൾ നഗരങ്ങളിലൊക്കെ ഇത്രയധികം പൊല്യൂഷൻ, പെട്രോൾ വെഹിക്കിൾസിൻ്റെ പൊല്യൂഷൻ വരുന്ന സമയത്ത് ബ്ലഡ് പ്രഷർ വളരെ കൂടുന്നത്. അതുപോലെ നഗരങ്ങളിലുള്ള ഈ ഡൽഹിയിലൊക്കെ ഞങ്ങൾ പോയി കാണാം, എല്ലാ സ്മോഗ്, ഈ പെട്രോളിൻ്റെ ഇതായിട്ടുള്ള സ്മോഗ് ശ്വസിച്ചിട്ട് വളരെ അതിനൊരു ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്നാണ് പറയുക. അത് ലാർജ് സിറ്റീസിൽ പല സ്ഥലങ്ങളിലും ഈ ഫോട്ടോ കെമിക്കൽ സ്മോഗ് കാണുന്നുണ്ട്. സോ എക്സ്പോസർ ടു ലെഡ് വളരെ ഡേഞ്ചർ ആയിരുന്നു. സോ ഇന്നിപ്പം പെട്രോളിൽ അത് കുറവാണെന്നാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കേരളത്തിൽ ഈ പുക പരിശോധന കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ലെഡ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര പുക എമിഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ നല്ലതാണ്. എനിക്കൊന്ന് ഇന്ത്യയിൽ ഞാൻ കേരളത്തിലേ കണ്ടിട്ടുള്ളൂ ഈ പുക പരിശോധിക്കുന്ന വാഹനങ്ങളിൽ. സോ എനിവേ ഇങ്ങനെ